രാവിലെ തന്നെ ഇച്ച ജോലിക്ക് പോകുമ്പോൾ ഞാൻ വീടും പൂട്ടി ഇച്ചാൻ്റെ സ്കൂട്ടിയിൽ കയറിപ്പറ്റിയേ ടൗണ് വരെ ഒന്ന് പോവാനുണ്ടായിരുന്നു. കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ച എന്നെ ടൗണിൽ ഇറക്കിയേ അപ്പം തന്നെ ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ സ്കൂട്ടിയിൽ കയറിപ്പറ്റിയേട്ടോ. പിന്നെ അവളെ കൂടെ പോയേട്ടോ. പിന്നെ എന്താ ബാങ്കിൽ പോവാനുണ്ടായിരുന്നു. പിന്നെ 2-3 സ്ഥലത്ത് വേറെയും പോവാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടോ. പിന്നെ ഇതാ ചോറൊന്നും കിട്ടിയില്ല. പിന്നെ മന്തി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വേറൊരു ചങ്ങായിയും കൂടിയിട്ട് ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വേറൊരു ചങ്ങായി ചിക്കനോടാണ് താല്പര്യം. അവൾ ചിക്കൻ മന്തിയും ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം വിശന്ന് കണ്ണ് കാണാണ്ടായ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് തട്ടുന്നിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് തക്കാളി ചട്നി അങ്ങ് മറിഞ്ഞു പോയേ. ആക്രാന്തം വേറെ എന്താല്ലേ. വിശന്ന് കണ്ണ് കാണാണ്ടാകുമ്പോൾ ആക്രാന്തൊക്കെ വരും. പിന്നെന്താ പറയുക. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നേരെ വീട്ടിലേക്ക് വിട്ടേ. ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇച്ച വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയേക്ക് കറി ഉണ്ടാക്കണമല്ലോ. പിന്നെ ഇതാ നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഊതി ഊതി അങ്ങ് കുടിക്കുകയാണേ. ചായക്ക് കൂട്ടാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റെല്ലാം ഉണ്ട്. ബിസ്ക്കറ്റൊന്നും തിന്നാനൊരു മൂഡില്ലായിരുന്നു. ഇച്ചാവും മോനും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതൊക്കെ വഴന്ന് വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. എന്നിട്ട് നല്ല മൂത്ത് വരുമ്പോൾ ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ഇതാ ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിച്ചത്. റെഡിമെയ്ഡ് ചപ്പാത്തി അല്ല. ഇവിടെ അടുത്ത് നല്ല ഹോട്ടലുണ്ട്. അവിടുന്ന് പരത്തിച്ചിടുന്ന ചപ്പാത്തിയാണ്. അപ്പോൾ അത് മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് കറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിട്ട് ഇന്ന് ഭക്ഷണം കഴിച്ചേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.